എനിക്ക് നല്ല ടെക്നിക്കലി നമ്പർ 1 കേട്ടോ. അതായത് നമ്മുടെ സാബു സിറിലിൻ്റെ ആർട്ടും ശ്രീപ്രസാദിൻ്റെ എഡിറ്റിങ്ങും എല്ലാം DOP ഒക്കെ ലൈറ്റിംഗ് ഒക്കെ തകർത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു നമ്മൾ കമ്പാരേറ്റീവ് നോക്കുമ്പോൾ പുഷ്പയുടെ ഒരു ആയിട്ട് മത്സരിക്കുമ്പോൾ ചെറിയൊരു പോരായ്മ തോന്നി. അതേ ഉള്ളൂ. പെർഫെക്റ്റ്, അതായത് ടെക്നിക്കൽ പെർഫെക്റ്റ് പടം, അടിപൊളി പടം കേട്ടോ. ഇതിൻ്റെ കിടിലായിട്ടുണ്ട്. നമ്മുടെ ഷൈൻ ടാൻഡ് ചാക്കോ കിടിലായിട്ടുണ്ട്. അതിൻ്റെ അവസാനം വരെ പുള്ളിക്ക് റോളുണ്ട്. നല്ല പടം. ടെക്നിക്കലി കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, ടെക്നിക്കൽക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് വാച്ച് പടം തന്നെയാണ്. സെക്കൻഡ് പാർട്ടുണ്ട്. അത് തന്നെ അവസാനിച്ചിരിക്കുന്നത് കേട്ടോ. ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, ഓക്കെ. അക്സെപ്റ്റ് ആവാൻ പറ്റുന്നൊരു, അതാണ് എൻ്റെ നെഗറ്റീവായിട്ട് തോന്നിയത്. NTRൻ്റെ ഒരു പടം കാണുക എന്നുള്ള ലെവലിൽ നോക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് സൂപ്പർ വേണം. അനിരുദ്ധിൻ്റെയാണ് മ്യൂസിക്. അത് പടത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഒരു കന്നഡ സിനിമ RRR കാണുമ്പോൾ ഒരു വൈബ് കിട്ടുന്നില്ല. NTRൻ്റെ ഒരു ആക്ടിങ് സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ പടം പെർഫെക്റ്റാണ്. ഡയലോഗ് പ്രസൻറ്റേഷൻ്റെ ഒരു മലയാളത്തിലോട്ട് വന്നപ്പോഴത്തേക്കുള്ള ഒരു എന്താ പറയുക, ആ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഓരോ കൊള്ളാം, കണ്ടിരിക്കാം. പിന്നെ ഒരു സെക്കൻഡ് പാർട്ട് വെച്ചിട്ടാണ് പടം നിർത്തിയേക്കണത്. നോക്കാം, കൊള്ളാം. അതൊരു റിവീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് അറിയില്ല എനിക്ക്. പക്ഷേ അച്ഛനും മോനുമായിട്ട് വരുന്നതിൽ പക്ഷെ കഥ എങ്ങനെ പറയാൻ പറ്റത്തില്ല, അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. 2 ടൈപ്പുണ്ട്. പക്ഷെ ഒരു ഫുൾ ടൈം അല്ലെങ്കിൽ ഫസ്റ്റ് എൻഡിങ് വരെയുള്ളൊന്നും പറയാൻ പറ്റത്തില്ല. അത് മേക്ക് ചെയ്തേക്കുന്ന രീതി പെർഫെക്റ്റാണ്. പിന്നെ ആ ഒരു കന്നഡ സിനിമയുടെ ഒരു വൈബ് അറിയാമല്ലോ, ഒരു ഡാർക്ക് കളറിങ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു കളർ ഗ്രേഡിങ് ഒക്കെ കണ്ടിരിക്കുമ്പോൾ തന്നെ രസമുണ്ട്. ഓരോ കൊള്ളാം. നമുക്കൊരു റോക്കിക്ക് കിട്ടിയൊരു വൈബൊന്നും NTRന് തരാൻ പറ്റത്തില്ല. അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അത് വേറെ ലെവലായിട്ടുമാണ് KGF ടൈപ്പൊക്കെ. NTRന് ആ ഒരു ലെവലിലോട്ട് വരാൻ പറ്റുമോ എന്നുള്ള ഈ പടത്തിൽ ഇല്ല. കണ്ടിരിക്കാം, പടം പെർഫെക്റ്റാണ്. പക്ഷേ ഒരു പാൻ ഇന്ത്യൻ എന്നുള്ള രീതിയിലോട്ടൊന്നും ആയിട്ടില്ല. ഓക്കെ, ഓൾറെഡി കണ്ടതാണല്ലോ ഇതിന് മുമ്പ്. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. കൊള്ളാം. പെർഫോമൻസ് സൂപ്പറാണ്. ഫൈറ്റൊക്കെ സൂപ്പറായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പാർട്ട് 2 വെയിറ്റ് ചെയ്യാം. ഓക്കെ. You have to watch it. First half is average, second half is very good, and last 30 minutes of the film is, you have to definitely watch it just for the graphics or Indian performance is too good. And there is a twist in the climax last, and waiting for part 2. How about Anirudh, you have to mention that picture is excellent. You have to watch it. പടം പക്ക അടിപൊളി പടമാണ്. എന്ന് വെച്ചാൽ ആർട്ട് ഡയറക്ഷനും ശ്രീപ്രസാദിൻ്റെ എഡിറ്റിങ്ങും എല്ലാം പക്കയാണ്. ലൈറ്റിംഗ് എല്ലാം സൂപ്പറാണ്. പക്ഷേ പടം പുഷ്പ നോക്കി ചെയ്തതാണ്, അത്ര ആയില്ല. അത് പറയാനുണ്ട് കേട്ടോ. പുഷ്പയുടെ ഒരു പുറകെ പോയതാണ്, പക്ഷേ അത്ര ഒത്തില്ല. അതാണ്.